ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ചൂടുകാലത്ത് മാത്രമല്ല, എപ്പോഴും കിട്ടിയാലും നമ്മൾ ധാരാളം കഴിക്കുന്ന ഒരു വിഭവമാണ് നമ്മുടെ ഐസ്ക്രീം. കുട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐസ്ക്രീമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതായത് ഓറഞ്ച് ഐസ്ക്രീമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വീട്ടിലെ അത്യാവശ്യം ഇൻഗ്രീഡിയൻസും കൊണ്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി, അതായത് ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കുന്നത്. സോ എല്ലാവരും ഈ ഒരു ഐസ്ക്രീം, നമ്മുടെ ഓറഞ്ച് ഐസ്ക്രീം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ കേട്ടോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ഓറഞ്ച് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയിലോട്ട് ഒന്ന് കിടക്കാം കേട്ടോ. അതിനായി ഒരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് നമുക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. നമ്മൾ കേക്കൊക്കെ തയ്യാറാക്കുമ്പോൾ ക്രീം തയ്യാറാക്കാൻ നമുക്ക് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാറില്ലേ, ആ ഒരു വിപ്പിംഗ് ക്രീമാണ് നമ്മൾ ഒരു കപ്പ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു വിസ്കോ അല്ലെങ്കിൽ ബീറ്റർ വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് വെച്ചാണെങ്കിലും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. ബീറ്റ് ചെയ്തതിന് ശേഷം നല്ല സ്റ്റിഫ് ആവുന്നിടം വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ നന്നായിട്ടൊന്ന് സ്റ്റിഫായി വന്നിട്ടുണ്ട്. താൻ നോക്കിക്കോളൂ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി നന്നായിട്ട് സ്റ്റിഫായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ഹോം മെയ്ഡ് കണ്ടൻസ് മിൽക്ക് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് പുറത്തൊന്നും വാങ്ങാൻ കിട്ടും മിൽക്ക് മെയ്ഡ്. അതാണ് നമ്മൾ ഒരു 1/4 കപ്പ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ്, അതായത് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അത് സ്ട്രെയിൻ ചെയ്ത് കുരുക്കളെല്ലാം മാറ്റി വെച്ച് സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അത് നമ്മുടെ ഓറഞ്ച് ജ്യൂസാണ്. അതൊരു 1/4 കപ്പുണ്ട്. അതും കൂടി നമുക്ക് ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വക എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഓറഞ്ച് എക്സ്ട്രാക്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ടുമാണ്. ഇത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. വിസ്കറോ വിസ്ക് വെച്ചോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ബീറ്റായിട്ടുണ്ട്. ഓറഞ്ച് ജ്യൂസും നമ്മുടെ കണ്ടൻസ് മിൽക്കും എല്ലാം നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കണ്ടെയ്നർ എടുക്കാം. അതായത് നമ്മൾ ഏതിലാണ് ഐസ്ക്രീം സെറ്റ് ചെയ്യുന്നത് ആ കണ്ടെയ്നർ എടുത്തതിന് ശേഷം അതിലോട്ട് നമ്മുടെ ഈ ഒരു ബാറ്റർ നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മൊത്തം എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ബബിൾസ് ഒന്ന് റിലീസ് ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഒരു 8 to 9 മണിക്ക് ഫ്രീസറിലോട്ട് വെച്ചിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഒരു 9 മണിക്കൂറിന് ശേഷം നോക്കിക്കോളൂ, നമ്മുടെ ഫ്രീസറിൽ നിന്ന് നമ്മുടെ ഐസ്ക്രീം സെറ്റായോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തോട്ട് ബോക്സ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ സ്കൂപ്പർ ഉണ്ടെങ്കിൽ സ്കൂപ്പറും കൊണ്ട് ഐസ്ക്രീം ഒന്ന് റിലീസ് ചെയ്തോളൂ. ഞാൻ ഇവിടെ ഒരു സ്പൂൺ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ, നമ്മുടെ ഐസ്ക്രീം സെറ്റായോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. വാവ്, നോക്കിക്കോ, നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സ്കൂപ്പർ വെച്ച് എടുക്കുന്ന പോലെ തന്നെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടൊരു സിമ്പിൾ വേയിൽ തയ്യാറാക്കുന്ന ഐസ്ക്രീം, നമ്മുടെ ഓറഞ്ച് ഐസ്ക്രീം നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ചൂടുകാലത്ത് ഈ ഒരു റെസിപ്പി വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടി ഏറ്റവും ബെസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു ഐസ്ക്രീമാണ്. സോ എല്ലാവരും ട്രൈ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബും കൂടി ചെയ്ത് തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ ആസ് യൂഷ്വൽ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനെടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നവരെ വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.